Hello everyone, we are dealing with our previous year question paper analysis of Computerised accounting system. Plus 2 accountancy കൂടെ വരുന്ന പാർട്ട് ബിയിലുള്ള Computerised accounting systemത്തിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടുള്ള 2021 മാർച്ചും 2020 മാർച്ചും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2019 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ ആസ് വി ടോൾഡ് ടൈം വരുന്നത് 2 hours ആണ് ഇൻക്ലൂഡിംഗ് പാർട്ട് എ. പിന്നെ മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് 1, 2, 3, 5 ഇങ്ങനെ 4 ആയിട്ടാണ്. ഇതിൽ 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ഇല്ല. പിന്നെ MCQ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഫില്ലപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഷോർട്ട് ആൻഡ് ലോങ് ആൻസേഴ്സും ഉണ്ട്. സോ 2019 മാർച്ചിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 സെഷൻസ് ആണുള്ളത്. 6th സെഷനിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്, 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ 7th സെഷനിൽ 3 ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി, 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ വരുന്നത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 3 എണ്ണത്തിൽ 2 എണ്ണം മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. പിന്നെ ലാസ്റ്റ് സെഷനിൽ വരുന്നത് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ആകെ ഒറ്റ ക്വസ്റ്റ്യൻ ഉള്ളൂ, അത് എന്തായാലും അറ്റൻഡ് ചെയ്യണം. സോ ഫസ്റ്റ് സെഷനിൽ വരുന്ന ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 3 ഈച്ച് ക്യാരീസ് 1 സ്കോർ. ഓരോ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്, 3ഉം ആൻസർ ചെയ്യണം. സോ first question, identify the suitable argument in a financial function representing the number of payments from the following. ഈ 4 ഓപ്ഷൻസ് നിന്ന് നമ്പർ ഓഫ് പേയ്മെൻറ്റ്സിൻ്റെ ഫംഗ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചത്. ഇവിടെ FV എന്ന് വെച്ചാൽ ഫ്യൂച്ചർ വാല്യൂ ആണ്, PV എന്ന് വെച്ചാൽ പ്രസൻറ്റ് വാല്യൂ ആണ്, റേറ്റ് എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, NPER എന്ന് വെച്ചാൽ നമ്പർ ഓഫ് പീരീഡ്സ് ആണ് അല്ലേ. സോ നമ്പർ ഓഫ് പീരീഡ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പേയ്മെൻറ്റ്സ് നോക്കിയാൽ നമ്മൾ NPER എന്ന് പറയുക. സോ ഇവിടുത്തെ ആൻസർ എന്താ? NPER ആണ്. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത്, ക്യാൻ യു ഹെൽപ്പ് മിസ്റ്റർ അജിത് കുമാർ ബൈ പോയിന്റിംഗ് ഔട്ട് ദ മിസ്സിംഗ് സ്റ്റെപ്പ് ടു ക്രിയേറ്റ് എ ചാർട്ട് ഇൻ സ്പ്രെഡ്ഷീറ്റ് ഫ്രം ദ ഫോളോയിങ്. ഇവിടെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. നമ്മൾ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് ആണ്. ഇതിൽ 2 എണ്ണം മിസ്സിംഗ് ആണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് എൻ്റർ ദ ഡാറ്റ ഇൻ സെൽസ് ആണ്. സോ സെലക്ട് ചെയ്ത ഡാറ്റ, ഏത് ഡാറ്റയും സെലക്ട് ചെയ്തു, എന്നിട്ട് നമുക്ക് ചാർട്ട് ക്രിയേറ്റ് ചെയ്യണം. സോ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇൻസേർട്ട് ചെയ്യാനല്ലേ വേണ്ടത്. സോ ഇൻസേർട്ട് സെലക്ട് ചെയ്യാം, എന്നിട്ട് ചാർട്ടെന്ന് സെലക്ട് ചെയ്താൽ മതി. സോ ഇത് രണ്ടുമാണ് മിസ്സിങ് വരുന്നത്. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് ഒന്നറിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 1 എഴുതി വെക്കാം, പകുതി മാർക്കെങ്കിലും കിട്ടും. പിന്നെ തേർഡ് ക്വസ്റ്റ്യൻ, ഇൻ ആൻ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ദ ലെഡ്ജേഴ്സ് ക്യാഷ് കംസ് അണ്ടർ ഡാഷ് ഗ്രൂപ്പ്. ഈ പറയുന്ന 4 ഏതിലേക്കാണ് ക്യാഷ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ചെയ്യണത്? ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, കറണ്ട് അസറ്റ്സ് ഉണ്ട്, ഫിക്സഡ് അസറ്റ്സ് ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്. നമുക്കറിയാം ക്യാഷ് വരുന്നത് കറണ്ട് അസറ്റ്സിലാണ് അല്ലേ. സോ ആൻസർ എന്താ? കറണ്ട് അസറ്റ്സ്. ഇനി നെക്സ്റ്റ് സെഷനിലേക്ക് പോകണേ. ആൻസർ ഇനി 3 ക്വസ്റ്റ്യൻ ഫ്രം 4 to 7 ഈച്ച് ക്യാരീസ് 2 സ്കോർസ്. അപ്പോൾ ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻസ് ആണ് എഴുതേണ്ടത്. അതിന് ഓരോന്നിനും 2 മാർക്ക് ഉണ്ട്. So develop a coding structure and the code number with assumed figures for allotting register numbers for the students in higher secondary exam with district code, school code and admission number. നമ്മൾ മെത്തേഡ് ഓഫ് കോഡിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, ബ്ലോക്ക് കോഡ്സ്, സീക്വൻഷ്യൽ കോഡ്സ്, അതുപോലെ ന്യൂമോണിക് കോഡ്സ് ഒക്കെ. അതിനുശേഷം എങ്ങനെയാണ് കോഡിംഗ് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യം കൂടെ പറയുന്നുണ്ട്. എല്ലാവർക്കും അറിയാമായിരിക്കും. ഏതായാലും ടെക്സ്റ്റിലുള്ള ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതിൽ പറയുന്നത് ഒരു ട്രസ്റ്റ് ഉണ്ട്, ആ ട്രസ്റ്റിൻ്റെ കീഴിൽ ഒരുപാട് സ്കൂൾസ് ഉണ്ട്, അത് എങ്ങനെ കോഡ് ചെയ്യാന്നുള്ളതാണ്. സോ ഇവിടെ സ്കൂൾ കോഡ് കൊടുക്കുന്നതാണ് ഫസ്റ്റ്. 06 എന്നുള്ളത് സ്കൂൾ കോഡ്, 08 എന്നുള്ളത് എൻട്രി ഓഫ് ദ കറണ്ട് ക്ലാസ്, ഏത് ക്ലാസ്സിലേക്കാണ് എൻട്രി ചെയ്തെന്നുള്ളത് ഇയർ ആണ്. പിന്നെ വരുന്നത് സ്ട്രീമാണ്. 1 എന്നുള്ളത് സയൻസ്, ബയോളജി ആണോ, ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആണോ, അതല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആണോ, കൊമേഴ്സ് ആണോ ഉള്ളത്, ഏതാണ് സ്ട്രീം എന്നുള്ളതാണ്. പിന്നെ വരുന്നത് കറണ്ട് ക്ലാസ് ആണ്. ഇപ്പോൾ +1 ആണ്, 11 ആണ്, +2 ആയതുകൊണ്ട് 12 എന്നുള്ളത്. പിന്നെ സെക്ഷൻ കോഡ് A ആണോ, B ആണോ, C ആണോ, ഏതാണ് ഡിവിഷൻ എന്നുള്ളതാണ്. ഇവിടെ B ഡിവിഷൻ ആയതുകൊണ്ട് 2 ആണുള്ളത്. പിന്നെ 54 എന്നുള്ളത് റോൾ നമ്പറാണ്. സോ നമുക്കിവിടെ ആകെ വേണ്ടത് 3 എണ്ണമാണ്, ഡിസ്ട്രിക്ട് കോഡും സ്കൂൾ കോഡും അഡ്മിഷൻ നമ്പറും. സോ ഡിസ്ട്രിക്ട് കോഡ് എന്നുള്ളത് നമ്മൾ കേരള ഡിസ്ട്രിക്ട് എടുക്കുകയാണെങ്കിൽ 14 ഡിസ്ട്രിക്ട്സ് ആണുള്ളത്. സോ 01 മുതൽ 14 വരെയുള്ളത് ഡിസ്ട്രിക്ട് കോഡ്സ് എടുക്കാം. ഇപ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡറിലാണെങ്കിൽ 01 എന്നുള്ളത് ആലപ്പുഴ ആയിരിക്കും. സോ ആലപ്പുഴയുള്ള ഒരു സ്കൂളിലാണെങ്കിൽ അവർക്ക് ഫസ്റ്റ് വരും എന്താണ്? 01 ആണ്. അങ്ങനെ ഒരു കോഡിംഗ് സ്ട്രക്ചറിൽ ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. പിന്നെ വരുന്നത് സ്കൂൾ കോഡാണ്. ഇപ്പോൾ ആലപ്പുഴയിൽ ഒരുപാട് സ്കൂൾസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു 100 സ്കൂൾസ് ഉണ്ടെന്ന് വെച്ചോ. സോ 100 സ്കൂൾസിന് നമ്മൾ 101 മുതൽ 999 വരെയുള്ള നമ്പേഴ്സാണ് കൊടുക്കുന്നത്. സോ ഇതും ആൽഫബറ്റിക്കൽ ഓർഡറിലാണെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പറാണ് ഇതിലുള്ളത് വരിക. സോ 1, 2, 3 എന്നുള്ളത് എടുക്കുകയാണ്. സോ 1, 2, 3 ഉള്ളത് നമുക്കിപ്പോൾ സ്കൂൾ കോഡും കിട്ടി. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ കൊടുക്കുന്ന സ്റ്റുഡൻറ്റിൻ്റെ അഡ്മിഷൻ നമ്പർ ഇപ്പം സപ്പോസ് 3421 ആണെങ്കിൽ എന്ത് ചെയ്യും? ഇതായിരിക്കും അയാളുടെ കോഡായിട്ട് വരുന്നത്. സോ 01, 1, 2, 3, 3421 എന്നുള്ളതാണ് ഒരു പെർട്ടിക്കുലർ സ്റ്റുഡൻറ്റിൻ്റെ ഒരു അഡ്മിഷൻ നമ്പർ, അതായത് രജിസ്ട്രേഷൻ നമ്പറായിട്ട് വരുന്നത്. സോ ഇങ്ങനെയുള്ള ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മളെ ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ബട്ട് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചത്. ഏതായാലും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതണ്ട. ഇതിപ്പോൾ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഡിസ്ട്രിക്ട് കോഡിൽ എത്ര നമ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്? ഇവിടെ 2 നമ്പേഴ്സാണല്ലോ യൂസ് ചെയ്തത്. സോ 2 നമ്പേഴ്സ് ആണെന്നുള്ളത് എഴുതുക. സ്കൂൾ കോഡിൽ എത്ര നമ്പേഴ്സ് യൂസ് ചെയ്യുന്നുള്ളത് പറയാം. അതായത് 101 മുതൽ 999 വരെയാണ്. സോ 3 നമ്പേഴ്സാണല്ലോ യൂസ് ചെയ്തത്, 1, 2, 3. സോ ഇങ്ങനെ 3 നമ്പേഴ്സാണ് യൂസ് ചെയ്തത്. സോ എത്ര നമ്പേഴ്സ് യൂസ് ചെയ്യുന്നുള്ളത് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. സോ അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും കൂടെ മെൻഷൻ ചെയ്യുമ്പോൾ 5 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് 5 മാർക്ക് കംപ്ലീറ്റ് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ഹാവ് എ ലുക്ക് ഓൺ സ്പ്രെഡ്ഷീറ്റ് ടേബിൾസ് ഗിവൺ ബിലോ ആൻഡ് എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ടു ഫിൽ ദ ഡാറ്റ ഇൻ ബോത്ത് ദ കേസസ്. ഇവിടെ 2 ടേബിൾ ഉണ്ട്, ഒന്ന് എയും ഒന്ന് ബിയും. ഈ എയിലും 5 സീരിയൽ നമ്പർ ഉണ്ട്. എൻ്റെ കൂടെ 10 ഉണ്ട്, 20 ഉണ്ട്, 30 ഉണ്ട്, 40 ഉണ്ട്, 50 ഉണ്ട്. ബി എല്ലാം കാലിയാണ്. സെക്കൻഡ് ടേബിൾ എടുക്കുകയാണെങ്കിൽ സീരിയൽ നമ്പർ ഉണ്ട്, സബ്ജക്ട് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, പിന്നെ 2 എണ്ണം ബ്ലാങ്ക് ആണ്, അതുപോലെ ബിയിലുള്ളതും ബ്ലാങ്ക് ആണ്. ഇതെങ്ങനെ നമ്മൾ ഫില്ല് ചെയ്യാം? 2 മെത്തേഡ് ഉണ്ട്. ഒന്നെങ്കിൽ എഡിറ്റ് എടുക്കുക, ഫില്ല് എടുക്കുക, സീരീസ് എടുക്കുക. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഡ്രാഗ് ചെയ്താൽ മതി.
ഇവിടെ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താൽ മതി. സോ ഇങ്ങനെ നമുക്ക് സെല്ല് ഫില്ല് ചെയ്യാൻ പറ്റും. ഇനി 6th ക്വസ്റ്റ്യനിലേക്ക് പോകുകയാണെങ്കിൽ ഐഡൻറ്റിഫൈ ദ എലമെൻറ്റ്സ് ഓഫ് എ ചാർട്ട് 1 to 4 ഫ്രം ദ ഫോളോയിങ് ഫിഗർ. ഈ ഒരു ഫിഗറിന് 1 ഉണ്ട് ഇവിടെ, 2 ഉണ്ട് ഇവിടെ, 3 ഉണ്ട്, 4 ഉണ്ട്. ഇത് നാലും എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. സോ ഇവിടെ 1 എന്താ വരുന്നത്? മന്ത്ലി സെയിൽസ് ആണല്ലേ. മന്ത്ലി സെയിൽസ് എന്ന് വെച്ചാൽ ഈ ഒരു ചാർട്ടിൻ്റെ ടൈറ്റിലാണ്. സോ 1 എന്നുള്ളത് ചാർട്ട് ടൈറ്റിലാണ്. പിന്നെ 2 എന്നുള്ളത് ഈ ഒരു പെർട്ടിക്കുലർ ജനുവരി ഫെബ്രുവരി എന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യാനാണ്. സോ ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഡാറ്റ പോയിൻ്റ്, അതല്ലേ ഡാറ്റ സീരീസ്, അല്ലെങ്കിൽ പ്ലോട്ട് ഏരിയ ഒക്കെയാണ്. സോ അതിലേതെങ്കിലും ഒന്ന് എഴുതുക. പിന്നെ വരുന്നത് 3 ഇവിടെ സെയിൽസ് ആണ്. സെയിൽസ് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലെജൻസ് ആണല്ലേ. സോ ലെജൻഡ് എന്ന് മാർക്ക് ചെയ്യാം. പിന്നുള്ളത് 4 ആണ്. 4 വരുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ലൈനാണ്. ഇതെന്താണ്? എക്സ് ആക്സിസ് ആണ് നമുക്കറിയാം. അതേ സമയത്ത് ഇവിടെ ഇതാണ് ചോദിച്ചെങ്കിലോ, ഈ ഒരു പെർട്ടിക്കുലർ ലൈനാണ് ചോദിച്ചെങ്കിൽ ഇത് വൈ ആക്സിസ് ആണ്. സോ അതിൽ ഏതാണുള്ളത് എഴുതി കൊടുക്കാം. പിന്നെ 7th ക്വസ്റ്റ്യൻ, എ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഹാസ് ഡിഫറെൻറ്റ് കോമ്പണൻസ്, ലിസ്റ്റ് ഔട്ട് എനി 4 ഓഫ് ദം. ഒരുപാട് കോമ്പണൻസ് നമുക്കറിയാം. ടേബിൾ ഉണ്ട്, ഫോം ഉണ്ട്, റിപ്പോർട്ട് ഉണ്ട്, മൊഡ്യൂൾ ഉണ്ട്, മാക്രോസ് ഉണ്ട്, പേജസ് ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. അതിൽ ഏതെങ്കിലും 4 എണ്ണം ലിസ്റ്റ് ചെയ്താൽ മാത്രം മതി, എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ അടുത്ത സെഷനിലേക്ക് പോകണേ. ക്വസ്റ്റ്യൻ നമ്പർ 8, മിസ്റ്റർ അഞ്ജയ്, എ ന്യൂലി അഡ്മിറ്റഡ് സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ് ഹാവ് നോ ഐഡിയ അബൌട്ട് ദ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഇൻ സ്പ്രെഡ്ഷീറ്റ്. പുതിയൊരു കുട്ടി വന്നിട്ടുണ്ട്, ന്യൂ കമറാണ് നമ്മുടെ ക്ലാസ്സിലേക്ക്. അഞ്ജയ് എന്നാണ് പേര്. ഈ അഞ്ജയ്ക്ക് ഒന്നും അറിയില്ല, സ്പ്രെഡ്ഷീറ്റിനെ കുറിച്ച് ഒന്നും അറിയില്ല. ബിക്കോസ് ഓന് നേരം ഒന്നാണല്ലോ. സോ അതുകൊണ്ട് ഒന്നും പഠിച്ചിട്ടില്ല. സോ നമുക്ക് ഈ ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കണം. സ്പ്രെഡ്ഷീറ്റിൽ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കണം. അതിൻ്റെ പേർപ്പസ് എന്താണെന്ന് കൂടെ പറഞ്ഞു കൊടുക്കണം. ആകെ 3 എണ്ണം പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. എല്ലാം പഠിപ്പിച്ച് കൊടുക്കണം. ഏതായാലും 3 എണ്ണം, തൽക്കാലം 3 എണ്ണം എക്സാമിന് എഴുതിയാൽ മതി. സോ സം ഉണ്ട്, സമ്മീഫ് ഉണ്ട്, ആവറേജ് ഉണ്ട്, മിന്ന്, മാക്സ്, റൗണ്ട്, റൗണ്ട് അപ്പ്, റൗണ്ട് ഡൗൺ, കൗണ്ട് എ, കൗണ്ട് ബ്ലാങ്ക്, കൗണ്ട് ഇഫ്, അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും 3 എണ്ണം സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 എണ്ണം സെലക്ട് ചെയ്തോളി. ഏറ്റവും നല്ല വൃത്തിയിൽ എഴുതാൻ പറ്റുന്ന 3 എണ്ണം സെലക്ട് ചെയ്യുക. പിന്നെ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ തപ്പി കളിക്കരുത്. സോ സം ആണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത സെൽസിൻ്റെ സമ്മ് ഫൈൻഡ് ചെയ്ത് തരും. ആവറേജ് ആണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത സെൽസിൻ്റെ ആവറേജ് തരും. മിന്നാണെങ്കിൽ മിനിമം വാല്യൂ തരും. മാക്സ് ആണെങ്കിൽ മാക്സിമം വാല്യൂ തരും. അങ്ങനെ ഏതെങ്കിലും 3 എണ്ണം സെലക്ട് ചെയ്തിട്ട് 3 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്യുക. ആൻഡ് ദ 9th ക്വസ്റ്റ്യൻ കംസ് ഹിയർ. വൺ ഓഫ് യുവർ ഫ്രണ്ട് ആർഗ്യൂ ദാറ്റ് there is no difference between SLN and DB functions in spreadsheet. Do you agree with this? നമ്മുടെ ഫ്രണ്ട് പറഞ്ഞത് ശരിയാണോ? SLN ഉം DB ഫംഗ്ഷൻസും ഒരുപോലെയാണോ? അല്ലല്ലേ. there is a difference between SLN and DB function. SLN ആക്ച്വലി എന്താ? ആദ്യം തന്നെ ഇത് രണ്ടും ഈക്വൽ അല്ല എന്നുള്ളത് എഴുതാം. അതായത് SLN and DB function are not same. അതല്ലെങ്കിൽ there are difference between SLN and DB function. അങ്ങനെ എന്തെങ്കിലും ഒരു ലൈൻ എഴുതാം. എന്നിട്ട് SLN ഉം DB ഫംഗ്ഷനും എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാം. SLN stand for straight line depreciation ആണല്ലേ. So the SLN is a depreciation calculated under fixed installment method. ഈ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ യൂസ് ചെയ്യുന്നതാണ് SLN. അതേ സമയത്ത് DB ആണെങ്കിലോ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റഡ് അണ്ടർ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്, ഡിമിനിഷിംഗ് ബാലൻസ്ഡ് മെത്തേഡിൽ യൂസ് ചെയ്യുന്നതാണ് DB. പിന്നെ അതിൻ്റെ കൂടെ ഇതിൻ്റെ സിൻടാക്സ് ആണ്. SLN ആണെങ്കിൽ SLN ഓഫ് കോസ്റ്റ് കോമ സ്ക്രാപ്പ് കോമ ലൈഫ് എന്നുള്ളത് എഴുതുക. പിന്നെ DBൻ്റെ സിൻടാക്സ് ആണെങ്കിൽ DB ഓഫ് കോസ്റ്റ് കോമ സാൽവേജ് കോമ ലൈഫ് കോമ പീരീഡ് കോമ മന്ത് എന്നുള്ളത് എഴുതുക. അതിൻ്റെ ഡിഫറൻസ് എഴുതുക, അതിൻ്റെ രണ്ടിന് സിൻടാക്സ് എഴുതുക. അത് രണ്ടും എഴുതുമ്പോഴേക്കും ഫുൾ മാർക്ക് കിട്ടും. പിന്നെ നമ്മുടെ സ്ഥിരം ചോദ്യമാണ് എങ്ങനെയാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, നമ്മുടെ പ്രൈമറി സെറ്റ് ചെയ്യാനും കൂടെ ചോദിച്ചിട്ടുണ്ട്. സോ സാധാരണ ഉള്ളതുപോലെ തന്നെ അപ്ലിക്കേഷൻ എടുക്കുക, ഓഫീസ് എടുക്കുക, അതിൽ നമ്മുടെ അപ്ലിക്കേഷൻ എടുക്കാം. ഏതാണ് നമ്മുടെ GNU കാട്ടാണെങ്കിൽ അത്, അതല്ലെങ്കിൽ ലിബ്ര ആണെങ്കിൽ അത്, ഏതായാലും കാൽക്കാണെങ്കിൽ അത്, ഏതായാലും അതെടുക്കാം. എന്നിട്ട് അതിൽ പുതിയ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ന്യൂ ഡാറ്റാബേസ്, എന്നിട്ട് ഡാറ്റാബേസ് വിസാർഡ് സെലക്ട് ചെയ്യുക. അതിൽ പുതിയ ഡാറ്റാബേസിന് പേര് കൊടുത്തിട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വരും. സോ ഡാറ്റാബേസ് പാനലിൽ പുതിയ ഒബ്ജക്റ്റ് ടേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഡിസൈൻ വീലാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഫീൽഡ് നെയിം കൊടുക്കുക. ഫീൽഡ് ടൈപ്പ് കൊടുക്കുമല്ലോ, ഫീൽഡ് നെയിം കൊടുത്തിട്ട് ഫീൽഡ് ടൈപ്പ് കൊടുക്കുമ്പോൾ അവിടെ പ്രൈമറിക്ക് സെലക്ട് ചെയ്യുക. പ്രൈമറിക്ക് സെലക്ട് ചെയ്തിട്ട് അത് സേവ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ പ്രൈമറിക്ക് സെറ്റ് ചെയ്യാനുള്ളത്. സോ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുകയാണെങ്കിൽ അത്രയും നല്ലത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ എഴുതുക. ഓരോ സ്റ്റെപ്പുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ആദ്യം സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത് എഴുതുക. എന്നിട്ട് അതിൻ്റെ വർക്കിംഗ് എഴുതുക. 5 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ എലാബറേറ്റ് ചെയ്തുക. 3 മാർക്ക് 4 മാർക്കൊക്കെ ആണെങ്കിൽ ആവശ്യത്തിന് എഴുതിയാൽ മതി. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 11 ക്യാരീസ് 5 മാർക്ക്. ഈ ഒറ്റ ക്വസ്റ്റ്യൻ ഉള്ളൂ, അറ്റൻഡ് ചെയ്യൽ നിർബന്ധമാണ്. ഏതായാലും മിസ് സിനുദ, എ കൊമേഴ്സ് സ്റ്റുഡൻറ്റ്, നമ്മളെപ്പോലെ തന്നെ ഒരു കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണ്. വൈൽ പ്രസൻറ്റിംഗ് എ സെമിനാർ ഓൺ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ പാക്കേജ് കമൻറ്റഡ് ദാറ്റ് പ്രൊസീജിയർ ഫോർ എൻട്രിങ് ക്ലോസിംഗ് സ്റ്റോക്ക് ആൻഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആർ വൺ ആൻഡ് സെയിം. നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും എൻ്റർ ചെയ്യുന്ന പ്രൊസീജിയർ രണ്ടും സെയിം ആണോ? അല്ലല്ലേ. സോ ഡു യു അഗ്രി? എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഇൻ ഡീറ്റെയിൽ. നമ്മൾ അഗ്രി ചെയ്യുന്നുണ്ടോ? അതിൽ അഗ്രി ചെയ്യുന്നില്ല. ബിക്കോസ് നമ്മളിപ്പോൾ ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരുപാട് ലെഡ്ജർ അക്കൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആവും. അതിൽ പെട്ടതാണ് ക്ലോസിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ്. ഈ 4 ലെഡ്ജർ അക്കൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആവും. ഇവിടെ അതിൻ്റെ ഗ്രൂപ്പ് വ്യത്യാസമാണ്. ബിക്കോസ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ഗ്രൂപ്പ് ഏതാണ്? കറണ്ട് അസെറ്റ് ആണ്. അതേസമയത്ത് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെത് ഡയറക്റ്റ് എക്സ്പെൻസും ആണ്. അവിടെ തന്നെ വ്യത്യാസമുണ്ട്. പിന്നെ സബ് ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ഇത് ഇൻവെൻട്രി ആണ്, ക്ലോസിംഗ് സ്റ്റോക്ക് ഇൻവെൻട്രി ആണ്. അതേ സമയത്ത് ഓപ്പണിംഗ് സ്റ്റോക്ക് നണ്ണാണ് കൊടുത്തത്.
സോ ഈ 2 ഡിഫറൻസ് ഓൾറെഡി എഴുതുക. എന്നിട്ട് അതിൻ്റെ പ്രൊസീജിയർ എൻ്റർ ചെയ്യുന്ന എങ്ങനെയുള്ള സ്റ്റെപ്പും കൂടെ എഴുതുമ്പോൾ നമുക്ക് 5 മാർക്ക് കിട്ടും. സോ പ്രൊസീജിയർ എൻ്റർ ചെയ്യുന്നത് എങ്ങനെയാണ്? ക്ലോസിംഗ് സ്റ്റോക്കിൽ പ്രൊസീജിയർ എൻ്റർ ചെയ്യുക. സ്റ്റെപ്പ് 1 ജേണൽ വോച്ചർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് വോച്ചർ നമ്പർ അടിക്കുക. എന്നിട്ട് ക്ലോസിംഗ് ഡേറ്റ് അടിക്കുക. എന്നിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്ന ഡെബിറ്റ് സൈഡിലും അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് വരുന്നത് ക്രെഡിറ്റ് സൈഡിലാണുള്ളത് മെൻഷൻ ചെയ്യുക. എന്നിട്ട് അതിനുശേഷം നമ്മുടെ ഈ ഒരു ക്ലോസിംഗ് സ്റ്റോക്ക് നെക്സ്റ്റ് ഇയറിലെ ഓപ്പണിംഗ് സ്റ്റോക്കിലേക്ക് ക്യാരി ഓവർ ചെയ്യണമെങ്കിൽ അതിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ക്ലോസ് ബുക്സോ അതല്ലെങ്കിൽ റോൾ ഓവർ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് എൻ്റർ ചെയ്യാൻ വരുന്നത്. അതേ സമയത്ത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണെങ്കിലോ മാസ്റ്റർ എടുക്കുക. എന്നിട്ട് എഡിറ്റ് അക്കൗണ്ട് എടുക്കുക. എന്നിട്ട് സെലക്ട് സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ് ഓഫ് അക്കൗണ്ട് എടുക്കുക. എന്നിട്ട് എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ ഓപ്പണിംഗ് ബാലൻസ് എൻ്റർ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. സ്റ്റെപ്പ് 2 വൗച്ചർ എടുക്കുക. വൗച്ചറിൽ ജേണൽ വൗച്ചർ എടുക്കുക. അവിടെ വൗച്ചർ നമ്പർ അടിക്കുക. അതുപോലെ ഓപ്പണിംഗ് ഡേറ്റും അടിക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റ് സൈഡിലും അതുപോലെ സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ് ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. സോ ഇത്രയും ഡിഫറൻസസ് ഉണ്ട്. രണ്ടും 2 ടൈപ്പ് തന്നെയാണ് അല്ലേ. സോ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ സെപ്പറേറ്റ് ചെയ്താൽ എന്നിട്ട് ക്ലോസിംഗ് സ്റ്റോക്കിന് വേറെ ചെയ്താൽ ആ രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതുമ്പോൾ തന്നെ 5 മാർക്കിനുള്ളത് ആവശ്യത്തിനാവും. സോ ഇങ്ങനത്തെ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഓപ്ഷൻ ഇല്ലാതെ ചോദിക്കുകയാണെങ്കിൽ അറ്റൻഡ് ചെയ്യൽ നിർബന്ധമാണെങ്കിൽ അഥവാ നിങ്ങൾക്ക് അറിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെ അറിയോ അതെല്ലാം എഴുതി വെക്കുക. കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് അറിയില്ലെങ്കിൽ അക്കൗണ്ടിങ് ആയിട്ടുള്ളത് എന്തൊക്കെ അറിയോ അതൊക്കെ എഴുതി വെക്കുക. സോ ഏകദേശം കണക്റ്റഡ് ആണല്ലോ. സോ നമുക്കത് അറിയാം എന്നുള്ളത് അവരെ ഒന്ന് അറിയിച്ചു കൊടുക്കാം. സോ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ചിലപ്പം ഓപ്ഷൻസ് ഉണ്ടാവും, ചിലപ്പോൾ ഓപ്ഷൻസ് ഉണ്ടാവില്ല. ഏതായാലും ഓൾ ദി ബെസ്റ്റ് ആൻഡ് ബൈ.